സുൽത്താനെ എന്താപ്പാ കോട്ടസിന്റെ ജനൽമലത്തെ പെയിന്റ് ഒക്കെ പോയിക്കണമെന്ന് ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞോളൂ. ഈ ഒരു കാര്യം ചെയ്താ എന്നാ ബ്രഷ് അവിടുന്ന് ആ പെയിന്റ് വാങ്ങിട്ടേ ഒരു 100ന്റെ ഡപ്പ വാങ്ങിക്കോ. വരുമ്പോ ആ പെയിന്റ് അടിച്ച് വരുമ്പോ ആ വാടകയുടെ പൈസ ബാക്കിയുണ്ട്, അത് മേടിച്ചിട്ട് വാ. ഇവിടെ വന്നാ എന്തേ പിന്നെ നമ്മളെ കോട്ടേഴ്സിൽ പോയിട്ടേ കുറച്ച് പൈസ തരാണ്ട ചെക്കന്മാര് അതൊന്ന് മേടിച്ചിട്ട് വന്നാ പെട്ടെന്ന് പോയിട്ട് വാ. ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, പറഞ്ഞാ തന്നെ കേൾക്കൂല. ആ പെയിന്റ് ജനൽമത്തൊക്കെ പെയിന്റ് പോയിട്ടുണ്ട്, അതൊന്ന് 2-3 പ്രശ്നത്തെ ഒന്ന് വായി തേച്ചിട്ടുണ്ട് പോരെ. 100ന്റെ ഡപ്പ വാങ്ങിക്കാവിടുന്നേ ആകെ തികയുന്നേ. ദേശം മണ്ണെണ്ണ വാങ്ങിട്ട് വെച്ചിട്ട് കലക്കി കഴിക്കും. ഞാൻ അടിക്കുകയാണെങ്കിൽ 50 രൂപ വേണ്ടുള്ളൂ, ഇനി കുറവ് വേണ്ട വെച്ചിട്ടാ 100 തന്നെ ആയിക്കോട്ടെ. എന്താ ചൂടില്ലേ, അത്ര ചൂട്. 45 ഡിഗ്രി നമ്മളെ ഈ ജില്ലയാണ്, ഈ പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ. ഇയാളുടെ ഒരു 50 ഗ്രാമും 100 ഗ്രാമും പേരൊക്കെ കഷ്ടം പിടിച്ചിരിക്കുക കേട്ടോ. ആ ലാഭം നിങ്ങളെ തെരഞ്ഞിട്ട് കോർട്ടേഴ്സിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുക ഉണ്ടെന്ന്. ആയാലും അവിടെ ഒരു 50 ഗ്രാമിന്റെ ഒരു പെയിന്റ് വെച്ചാൽ ആ ജനല് മുഴുവൻ അടിക്കാൻ 100 ഗ്രാമുണ്ട് ധാരാളം പറഞ്ഞു. അയാളുടെ വിചാരേ ഇവരൊക്കെ വാടകയും എന്തൊക്കെ വരുമാനമുള്ള ഇങ്ങനെ നക്കിത്തരം. ഞാൻ പിന്നെ ഒരു തന്നപ്പോ ഞങ്ങൾ ആ ഒരു തനി ചെയ്യാൻ മതി. നല്ല ദിവസമായിട്ട് ആ ബാത്റൂമിലേ ആകെ ബ്ലോക്കാ. പിന്നെ പഴുപ്പത്ത് വരുമ്പോ ഡെയിലി വരുന്നുണ്ട് അയാൾ നമുക്ക് AC കിട്ടി തരും. വേറെ പണിയൊന്നുമില്ല ആചാരങ്ങൾക്ക് അല്ലേ? അല്ല അവിടെ പോയി പറയാൻ പോണതേ അപ്പൊ കിട്ടും. ഇങ്ങനെ ഒരു ഭൂരോഗ കഞ്ഞി രോഗം തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇന്നത്തെ വാടക എടുത്തോളെ അത് മേടിക്കാൻ പറഞ്ഞു. എനിക്ക് അയാൾക്ക് അയാള് ഒരു പേരും തരണ്ടേ? 10, 20, 30. ഞാൻ പെയിന്റ് കാണിക്കാണെങ്കിൽ അയാളെ മുകളിൽ നിന്ന് വലുതായൊക്കെ കൊണ്ട് അയാളെ മുഴുകി തിന്നട്ടെ. അതെ 3 പൈപ്പുറത്ത് വരുന്നുണ്ട്. അതെ ചെക്കന്മാർക്കും അവർക്ക് ഒരു വഴിയൊന്നുമില്ല, അവരാ പറമ്പിലിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വേണ്ട രാഷ്ട്രീയത്തിൽ കൊണ്ടല്ലേ. പിന്നെ അയച്ചാ ആചാരങ്ങളോ ആള് വരുമ്പോ കുളിമുറി കുട്ടിയും വെച്ചും ചെയ്യുന്നോ എന്തൊക്കെയോ അതൊക്കെ പിന്നെ നോക്കാം. പെയിന്റ് അടിച്ച പോയിട്ട് വാടക അവർക്ക് പണിയൊന്നുമില്ല, പാവങ്ങൾ അന്നേരം തിരിച്ചെടുക്കണം. അയാൾ നോക്കിയാണ് നിങ്ങളുടെ ഇഷ്ടം. ഇല്ലേ അവരാ പറമ്പിലിരിക്കുകയാണ് ചൂട് കാരണം പണിക്ക് വിചാരിച്ച ഈ 5 ഉറുപ്പിക എടുത്തു. ഇതൊക്കെ ആട്ടിക്ക് കൊടുത്താട്ടോ. 1, 2, 3, 4, 5 പേർക്ക് കൊടുക്കാം. അതാട്ടി കൊടുക്കാം. ശരി മുട്ടായി വെച്ചാൽ നീ ഇരിപ്പല്ലേ ഇതിപ്പോ അവർക്ക് കാണാകാശ 5 ഉറുപ്പ്യ അല്ലെ 2 ഉറുപ്പ്യ ഇത് പിടിക്കുന്നില്ല. 6 ഉറുപ്പ്യ കൊടുക്കാതിരുന്നത് എന്തോ പരിപാടി ഉണ്ട്. എന്താ പിന്നെ നിങ്ങൾക്കൊന്നും പണിയൊന്നുമില്ല എന്നൊക്കെ ആളെ പോയി പറഞ്ഞു പോലെ എന്താ ഇങ്ങനെ തോന്നാന്നറിയില്ല. അപ്പൊ ഇന്നലെ പറഞ്ഞു കുറച്ച് പൈസ അവർക്ക് തിരിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ഇതൊരു ഉറുപ്പുണ്ട്. ഇതൊരു ഉറുപ്പ്യ അതാ അതെ. അത് എന്തോ ഭാഗ്യം ഇതേപോലെ ഒരു ഇതുണ്ടായിട്ടില്ല. 2 ദിവസത്തെ ചെലവിന്റെ പൈസ ഉണ്ട്. അതെ 1 രൂപ 2 രൂപ 3 രൂപ. ശരി ശരി ആളെ പോയിട്ട് വെറുതെ പോയിട്ട് തരാം. 9 ഉറുപ്പ്യാണ് വാടക, 1 ഉറുപ്പ്യ ലാഭം. എല്ലാവർക്കും 9 ഉറുപ്പ്യ ചെലവ് നിന്നെ തോന്നിയാണ് അയാൾക്ക്. അതൊക്കെ ഞാൻ ആലോചിക്കുന്നു. അതെ അതെ പിന്നെ വേറൊന്നും തോന്നരുത്. ശരിക്കും പറഞ്ഞാൽ മുതലാളി 5 ഉറുപ്പ്യ തിരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് തരാൻ വേണ്ടി. ഇനി തോന്നരുത് എന്നോട്. 2 ഉറുപ്പ്യ ഞാൻ എടുക്കുന്നു. 1 ഉറുപ്പ്യ നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ 2-3 ആൾക്കും തന്നില്ലേ? 2 ഉറുപ്പ്യ ഞാൻ എടുക്കുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് 5 ഉറുപ്പ്യ തന്നേ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തന്നേ. പക്ഷെ 2 ഉറുപ്പ്യ ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ തോന്നരുത് എന്നോട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ. എന്താ എന്തൊക്കെയാ നല്ലടോ
9 9 18 9 20 രണ്ടാള് പോലെ കൊടുക്കുന്നു അപ്പൊ 29 അപ്പൊ ബാക്കി 20 വേറെ പണിയില്ല ഈ 1 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞു ഈ പോന്ന അല്ല കൊട്ടാരക്ക് പോന്ന വേറെ പണി ഒന്നും പോയി അല്ല മൈലേരെ എന്താ പോരി കണ്ടേ നിങ്ങള് വരുന്നില്ലേ ആ 1 ഉറുപ്പിക ഇപ്പൊ എവിടെ പോയി?